ഗുഡ് മോർണിംഗ്. ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു യാത്രയാണ് കോട്ടയത്തേക്കാണ്. എന്നോട് തന്നെ അതല്ല പ്രോമത്ത് അറിയോ, ഒന്നേ തന്നെ സഹിച്ചു മടുത്തു. ഇത്തവണ 10-30 വയസ്സായി സഹിക്കുന്ന പുള്ളിയോ ചട്ടിയിരിക്കാൻ പുള്ളി. ഇനി അറിയില്ല. അല്ല നമ്മുടെ ടീം അതിന് സുമയ്യ പാലായി തീർന്നു. രാജു അവിടെ ഇരുന്നോ, നിന്നെ എനിക്ക് നിന്നാ മതി, വളരെ വേണ്ട. രാജക്കുട്ടൻ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഐശ്വര്യം രാജക്കുട്ടനാട്ടോ. അല്ല ലീന ഒന്ന് കഴിച്ചിട്ട് ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരാം. ഒരു എനർജി കിട്ടാൻ വേണ്ടിയാ. 50s അല്ല 20s വിനോദ കേട്ടല്ലോ. വിനോദ കഥ പറയാണ്ട് വിനോദിനോട് എന്നെ കണ്ടത് നിങ്ങൾ മക്കളെ സുഖമല്ലേ? ബോറടിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളില് ഞാൻ നോക്കിയപ്പോൾ ലിനിയെ അന്വേഷിക്കുന്നുണ്ട്, ശ്യാമയെ അന്വേഷിക്കുന്നുണ്ട്, ലോട്ട് ഓഫ് എല്ലാവരും പേരില്ല. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എന്റെ ഈ മുട്ട ഭയങ്കര വേദനയുള്ള മുട്ടാണ്. മുട്ടുവേദന അന്വേഷണത്തിൽ എന്ത് ബന്ധം അത് മനസ്സിലായില്ല. വീഴ്ചയും ഈ മുട്ടിന് വേദനയുണ്ട്. മുട്ടുവേദന ഉള്ളത് കൊണ്ട് ഡൈനോട് മിണ്ടാതിരുന്ന ടിപിയുടെ അത് കാരണം ഈ പാവപ്പെട്ട് പറഞ്ഞവിടെ അപ്പഴ തിരിക്കണോ മോനെ? മോനെ ഞാൻ പറഞ്ഞു കൊച്ചിരുന്നു അവൻ അവന്റെ അപ്പഴത്തെ കംഫർട്ടബിൾ ആവും. അതാ പോലെ അതൊക്കെ ഒരു വർഷമായ പോയിട്ട് അന്ന് കുറച്ചുകൂടെ ആഡായി. പക്ഷെ നമ്മുടെ ഈ കളേഴ്സ് ഗ്രൂപ്പിന്റെ
വൈബ് ഉണ്ടാക്കി തന്ന ഒരാളാണ്. അപ്പോ എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഞങ്ങളിപ്പോ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു ഒരേ ഒരാള് എല്ലാവരെയും വിളിച്ച് ഗ്യാദർ ചെയ്യിപ്പിച്ചാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ നമ്മള് ഈ ടൂറ് തുടങ്ങുമ്പോ ആ ആളുടെ മാലയും കയ്യിലൊന്നുമില്ല, മൈക്ക് കൈമാറിക്കൊണ്ട് ഗുരുവിനെ നമ്മൾ നമിക്കണം. ടീച്ചറമ്മ സിമിയെ കാണാം, സുനിതയെ കാണാം. എന്നാലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പ്ലാൻ ചെയ്തു സുനിത സിമിയ ഒപ്പം കൂടെ ഒക്കെ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തവണ കോട്ടയത്താക്കാം ട്രിപ്പ് എന്നുള്ളത്. എന്തായാലും ഇത്രയും വരെ ഭംഗിയായിട്ട് എത്തിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം വരെ ദൈവം സഹായിച്ചെല്ലാം ഭംഗിയായിട്ട് പോകണമെന്ന് പ്രാർത്ഥന. നിങ്ങൾ നോക്കിയത് പറഞ്ഞേ ഓരോ വർഷവും നമുക്ക് ടൂർ വേണം. ഇപ്രാവശ്യം വരുന്ന എല്ലാവരും അടുത്ത പ്രാവശ്യം ഉണ്ടായിരിക്കണം. അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ച് പേരെ കൂടെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് ഇതിലേക്ക് വരുത്താം അല്ലേ? ഇനിയിപ്പോ നമ്മുടെയൊക്കെ ജീവിതം പകുതി വഴിയിലെത്തി. ഇനി വളരെ കുറച്ച് നാളുകളെ ഉള്ളൂ. അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ച് പിന്നെ 50 എന്ന് പറയുന്നത് ഒരു പ്രായമല്ല. ചെറുപ്പക്കാരാണ്. നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ അറിഞ്ഞു നിങ്ങൾ പ്രായമായിട്ടുള്ള ഇരിക്കുന്നേ ഉള്ളൂ. ഈ ഗ്രൂപ്പിലൊരു വൈബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും നമുക്ക് സന്തോഷം. വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാം. ചിരിച്ചത് ഈ കോല് കളയണം. ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്മള് കഴിഞ്ഞ വർഷം കുറെ 2-3 പ്രാവശ്യം നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷമാണ് എനിക്ക് ചേരാൻ പറ്റിയത്. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ ഗ്രൂപ്പിന് ഡെഡിക്കേറ്റ് ചെയ്ത് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ട് അത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റിലീസ് ചെയ്യാൻ പോകും. റിലീസിംഗ് ആണ്, റീ റിലീസിംഗ്. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? എനിക്ക് വിശക്കുന്നു. മക്കൾ ഇവിടെ ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊടറേ, ഇല്ല നിന്റെ പ്രാവിനെയൊക്കെ അവള് വിഴുങ്ങും. 2 ഐസ്ക്രീം. 2 മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെ എന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ വേണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. എന്താ മോളെ സ്കൂട്ടറില്?
മാറ്റിക്കളഞ്ഞൊരു പിക്ചറുണ്ട്, ഏതാന്ന് പറയാമോ? സത്യം സത്യം സത്യം. ഇപ്പൊ വരും ഇപ്പൊ വരുന്നിരിക്കായിരുന്നു. മാറ്റിക്കളഞ്ഞൊരു പിക്ചറുണ്ട്, ഏതാന്ന് പറയാമോ? സത്യം സത്യം സത്യം. ഇപ്പൊ വരും ഇപ്പൊ വരുന്നിരിക്കായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു പഠിച്ച കാലത്തുള്ള ആ ഒരു എന്താ പറയാ സെപ്പറേഷൻ ഒക്കെ മാറി ഒരേ വേവിലേക്ക് പരസ്പരം സ്നേഹിച്ച് കരുതി നടക്കുന്ന ഒരു നല്ല കൂട്ടായ്മ ശരിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാം ഈ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ എപ്പോഴും പറഞ്ഞ വാക്ക്, നമ്മൾ ഇത്രയും പേര് ഉണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ നല്ല മെന്റൽ ഹൗസിന്റെയും നന്മയും കരുതലുമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഈ തോമാച്ചായൻ്റെ ഒക്കെ നന്മ അല്ല തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കണം. ഇന്ന് ഭാര്യയ്ക്ക് വേണ്ടി ആ തോമാച്ചാനും മക്കളും മാറ്റി വെച്ച് അതാണ്. അതുകൊണ്ട് അതായത് നമ്മൾ അത്രയും പേര് ഇവിടെ 20 പേരുണ്ടെങ്കിൽ 50 പേരെങ്കിലും നമ്മോടൊപ്പം നമ്മളിവിടെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ആ നന്മയാണ് നമ്മുടെ കൂട്ടായ്മയുടെ ഐശ്വര്യം. അപ്പോൾ അതാണെങ്കിലും ഓരോ വർഷം എന്തേലും പറഞ്ഞ പോലെ അല്ലെങ്കിൽ ലീന പറഞ്ഞ പോലെ ഓരോരോ വർഷം കഴിയുന്നതോറും കൂട്ടായ്മ കൂടുതൽ എന്താ പറയുക ഊർജ്ജസ്വലമാകുന്നു, കൂടുതൽ അടുപ്പം ഉണ്ടാവുന്നതാണ്. അപ്പോൾ സന്തോഷം. നമുക്ക് ഒത്തിരി നമ്മൾ ഈ പ്രാവശ്യത്തെ കാര്യങ്ങളെല്ലാം മുന്നിൽ നയിച്ചത് നമ്മുടെ ലീനയാണ്. നമ്മൾ തുടങ്ങിയ ലീന തുടക്കം മോശമായില്ല, അപ്പോൾ പിന്നെ ബാക്കിയും മോശമാണെന്ന് അറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പ്രാവശ്യം നമ്മുടെ കൂടെ വന്നാണ് നമ്മുടെ അമ്മാമ തന്നെയാണ്. അതുപോലെ ഞെട്ടിച്ച് കിടത്തിട്ടോ അതാ സത്യം. അപ്പോ എല്ലാവർക്കും സ്നേഹം സന്തോഷം. രാജകുട്ടൻ ശരിക്കും നമ്മുടെ കൂടെ ഏറ്റവും ദൂരം ആളാണ്. പയ്യന്നൂർ ചെറുപുഴയിൽ നിന്നും ഈ ഗ്യാതറിങ്ങളിൽ മാത്രം ഒത്തിരി കഷ്ടപ്പെട്ടാണ്. എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങി കാണില്ല. അത്രത്തോളം എന്താ പറയാ എക്സ്ട്രാ എഫേർട്ട് എടുത്താണ് രാജകുട്ടൻ. അപ്പോൾ രാജകുട്ടനും ഒത്തിരി സ്നേഹം സന്തോഷം. രാജകുട്ടൻ വാഹി വഴിയാണ് വന്നത് എന്നതിനാൽ എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, സന്തോഷങ്ങളൊക്കെ തന്നെ. വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. എല്ലാവരുടെ അതൊക്കെ മിസ്സായല്ലോ അമ്മ. പിന്നെ ഇന്നാണെങ്കിലും ഞാൻ പാലാവരല്ലേ പിന്നെ എന്താ പറയാ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോ തന്നെ പാലായിന് തിരിച്ചു പോകണമല്ലോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ മനസ്സിൽ കിടക്കും. ഒരുപാട് ഇത്രയും വർഷം കഴിഞ്ഞാലും എല്ലാവർക്കും സ്നേഹം ഒരുപോലെ നിൽക്കുന്നില്ലേ. നമ്മൾ ഇത്രയും വർഷം കണ്ടില്ലെങ്കിലും എനിക്ക് തോന്നില്ല കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ഇത്രയും വർഷം എവിടെ ആയിരുന്നെങ്കിലും നമ്മൾ ആ ക്ലാസ് റൂമിൽ ഇരുന്ന അതേ ഒരു ഫീലിംഗ്. ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലേ, ആ ഒരു അതേ വൈബ്, അതേ സന്തോഷം. അല്ലാതെ നമ്മള് ചേഞ്ചസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. മാത്രമല്ല ഇപ്പൊ വേറെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രീഡായിട്ട് നമുക്ക് പറ്റുമെന്ന് തോന്നില്ല. അപ്പൊ ഈ ഒരു ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതും എല്ലാം ഭയങ്കര സന്തോഷം. കഴിഞ്ഞ വർഷത്തെ ആ ഒരു എനർജിയാണ് ഇത്രയും ഉത്സവം നമ്മളെ കൊണ്ടുപോയതെന്ന് പറയാം. അത്ര രസമായിരുന്നു. സന്തോഷമാണ്. അത് വളരെ നല്ലതായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഷൈജയാണെങ്കിലും അത് മറക്കാൻ പറ്റത്തില്ല. അവരുടെ ആ ഒരു ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അത് പോയവർക്കറിയാം എന്ത് രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷവും പോകുന്നത് ഇപ്പോഴേ മനസ്സിൽ കണ്ടിട്ടാണ് രാവിലെ ചാടി ഇറങ്ങിയിരിക്കുന്നത്. പാതിരാമഴയിൽ ഒരു ഹംസഗീതം. ആ പാട്ട് കേൾക്കുമ്പോഴല്ല ഞാൻ ചങ്ങനാശ്ശേരി റെയിൽ സ്റ്റാൻഡിൽ സെന്റ് മേരി ബസ്സിൽ കോളേജിലേക്ക് വരുന്ന കാര്യമാണ്. കാരണം ഈ പാട്ട് കേൾക്കുമ്പോഴെല്ലാം ആ ബസ് കയറുമ്പോഴത്തേക്ക് മഴയല്ല ഇങ്ങനെ പാട്ട് അന്ന് ശരിക്കും നമ്മുടെ ബാച്ചിലെ ആകെ അന്ന് നമ്മൾ 10 ബോയ്സ്. അന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഞാനും
അപ്പൊ ഇവർക്കൊക്കെ കിട്ടേണ്ട എല്ലാ റാഗിങ് ഏറ്റുവാങ്ങിയ രണ്ടുപേരാണ് ഞാൻ രഞ്ജിത്ത്. അന്ന് ഞാൻ താമസിക്കുന്നത് ABC STB ഒക്കെയാണ് എൻ്റെ റൂംമേറ്റ്സ്. കാരണം അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പേടിച്ചു. ദേവാനന്ദ്, അലസ് കോശി, അങ്ങനെ കുറേ ആൾക്കാർ. രഞ്ജിത്ത്. അപ്പം ഞാൻ നമ്മുടെ ക്ലാസ് വരുന്ന സന്തോഷം എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ കാണാമല്ലോ എന്ന് കരുതി. കാരണം ഇവിടെ ക്ലാസ് ആകുമ്പോഴേ ഇവന്മാരെ കാണാൻ കിട്ടുന്നു. ഇവരൊക്കെ നേരെ ബസ്സിൽ നിന്നിറങ്ങി ക്ലാസ്സിലേക്ക് കയറും. ക്ലാസ് വിട്ട് അന്നേരം മുങ്ങോടും. ഒരു നിമിഷം അവിടെ നിൽക്കത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവരുടെ ദേഷ്യമില്ല തീർക്കുന്നത് എന്നോട് രഞ്ജിത്തിനുള്ളത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടു ഒറ്റയ്ക്കാണ്. അപ്പോൾ രഞ്ജിത്ത് റൂമിൽ നിന്ന് ABC വരും. ഞാൻ പറയും നമുക്ക് നടക്കാൻ പോകാൻ പറയും. വഴിയൊന്നും അറിയില്ല, ഇങ്ങനെ നടക്കുന്ന മന്ദിരം കവല. ഒരു ദിവസം ഞങ്ങൾ നടന്ന് അപ്പോഴത്തെ വീടിൻ്റെ വീട്ടിൽ നല്ല ദൂരം നടന്നല്ലോ. കാരണം ഇവരുടെ രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ സന്ധ്യ ആകുമ്പോഴത്തെ റൂമിൽ ചെന്ന് കയറാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു കോളേജിൽ ഇരിക്കുന്നത്. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ പല പ്രാവശ്യം നിങ്ങൾ ഗെറ്റുഗതർ വന്നെങ്കിൽ എനിക്ക് അന്ന് വയനാട്ടിൽ വരണം നല്ല ആഗ്രഹിച്ചാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ വിഷയമുണ്ട്, കൂടാൻ പറ്റിയില്ല. ഇതിന് രഞ്ജിത്ത് പറഞ്ഞപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. എന്നിരുന്നാലും പോകുന്നത് കഴിയിൽ തന്നെയാണ്. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. മുന്നേ കുറച്ച് പേര് മിസ്സിംഗ് ഉണ്ട്. എന്നിരുന്നാലും എല്ലാവരെയും ആ പാട്ട് പാടി, ആ ബസ്സിലെ കേട്ട പാട്ട് പാടിയില്ല. ആ പാട്ട് പാടണം. അന്ന് കേട്ട പാട്ട് പാടണം. അതിവിടെ ശരിയായി. അത് പാടണം, അത് പാടണം. രാജകൂട്ടം പാടണം, രാജകൂട്ടം പാടണം, രാജകൂട്ടം പാടണം. ഇല്ലെങ്കിൽ കുത്തും. ഞാനെ കുത്തും. നമ്മള് തുടങ്ങിയത് ഹുക്കുമോളയുടെ നീ കുത്തും. മതി, ഉള്ളത് മതി. സംഗീതം പാടി വീണപൂരിതളിങ്ങോ അടിപൊളി, അടിപൊളി. ആഹാ, സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ഗ്യാതറിങ് കഴിഞ്ഞിട്ട് ഈ നവംബറിലാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. എനിക്കത് അമ്മ മരിച്ചപ്പോഴേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയിപ്പോയി. കാരണം അമ്മ അങ്ങനെ അസുഖമായിട്ട് കിടക്കുകയൊന്നുമില്ലായിരുന്നു, പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നി. എല്ലാവരും വിളിച്ചു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വിളിക്കുമായിരുന്നു. എനിക്ക് നമ്മുടെ ലീന ജാസ്യൻ വീടൊന്നും അറിയില്ല. അമ്മയുടെ 11ന്റെ ചടങ്ങിൻ്റെ ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം എവിടെയാ വീടെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ തപ്പിപ്പിടിച്ച് തറവാട്ടിൽ വന്നു, ലീനയും ഹസ്ബൻഡും കൂടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അത്ര വിഷമിച്ചിട്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നതിനോട് ഒത്തിരി വഴക്ക് പറഞ്ഞു, ഭക്ഷണം കഴിക്കണം, നല്ലോണം അങ്ങനെ ഇരിക്കരുത്. ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അതുപോലെ നീലിമ വന്നു. പിന്നെ രാജ്യത്തിൻ്റെ എത്ര ദൂരത്തുനിന്ന് രാജ്യത്തിൻ എന്നെ കാണാൻ എനിക്ക് ക്ലിനിക്കിൽ വന്നു. ഇതൊക്കെ നമ്മുടെ ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നോർമലായെന്ന് തന്നെ പറയാം. നിങ്ങളെല്ലാവരും അതുപോലെ എല്ലാവരും സന്തോഷങ്ങൾ എല്ലാവരും എന്നെ വിളിക്കുകയും അന്വേഷിക്കുകയും എല്ലാം ചെയ്യുന്നതിൽ അതുകൂടെ അത് പറഞ്ഞില്ലേ ശരിയാവത്തില്ല. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുത്തേ മുഹബത്തിന്റെ തത്തേ, വാ വാ തത്ത വാ. നമ്മളിങ്ങനെ കൂടാനുള്ള വിജയകരമായൊരു 3ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ കിട്ടുന്നത് പോകുന്നത്. ആദ്യത്തെ ഒരു തവണ എനിക്ക് എടുക്കാൻ പറ്റി. കഴിഞ്ഞ തവണത്തിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പഠനം കഴിഞ്ഞ് കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ എല്ലാവരും
ഏറെക്കുറെ ഒന്ന് ഫ്രീ ആവുന്ന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും. കുട്ടികളുടെ പഠനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ കുറെ മുന്നോട്ട് പോയി. ഇനി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം, അങ്ങനെ കഴിയേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ നമ്മൾ വരുവാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ടൈമുകളൊക്കെയാണ് 4 ചുവരുകളിൽ ഒതുങ്ങി പോകുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇടയ്ക്കെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയവും ഇനിയും വരും നാളുകൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചു പരസ്പരം ഒരു താങ്ങും തണലായി നിന്നുകൊണ്ട് ഈ കൂട്ടായ്മകളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. പലരും വ്യക്തിപരമായും അല്ലാതെ ഒത്തിരി പ്രതിസന്ധികളിലും ഒക്കെ കടന്നു പോകുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഡോക്ടർ സിന്ധു പറഞ്ഞു, ഇതുപോലെ പലരും ഇതുപോലത്തെ സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് കടന്നു പോകും. ചിലർ അതിൽ നിന്നൊക്കെ മുക്തമാകുന്നു, ചിലരിപ്പോഴും അതിനെ എല്ലാവർക്കും ഒരു താങ്ങും തണലുമായി നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ ഒരു 7 വർഷക്കാലം നമ്മുടെ കലാലയത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലുള്ള ഒരു വീണ്ടെടുപ്പ് ഇത്രയും കാലം നഷ്ടപ്പെട്ടൊന്നും ആരും ചിന്തിക്കേണ്ട. കാരണം നമുക്ക് നിരവധി ഉത്തരവാദിത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് കൂട്ടായ്മകൾക്ക് പോകാൻ തൽക്കാലം ആർക്കും സാധിക്കില്ലല്ലോ. അപ്പൊ ഇനി ഉള്ള സമയം ഇങ്ങനെ ചെലവഴിക്കാൻ കൂടിച്ചേരാൻ പരമാവധി സാഹചര്യങ്ങൾ കണ്ടെത്താൻ എല്ലാവർക്കും കഴിയട്ടെ. ഒരുപാട് കാലത്തിന് ശേഷമാണ് പലരും കാണുന്നത്. പല യാത്രകളിലും ഇടയ്ക്കിടയ്ക്ക് ചിലരെയൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും എന്തായാലും വളരെ സന്തോഷം. നോക്കി 2 ദിവസം നല്ല ഓർമ്മകളാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഞാൻ നല്ല നീരോട് പിട്ട ഇവിടെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ സത്യത്തിൽ എന്നെ കെട്ടിയെന്ന് അറിഞ്ഞിട്ടില്ല ഇത് ഡ്രസ് കോഡാണെന്ന്. രാവിലെ വെള്ളയും ഒക്കെ ഇട്ടിറങ്ങി കണ്ണാടിയിലൊക്കെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചത് പാട്ട് മീറ്റിങ്ങിനാണോ. അപ്പൊ പറഞ്ഞു ശരിയല്ല, അങ്ങനത്തെ ലുക്ക് ഉണ്ടല്ലേ, എന്നാ വേണ്ട. അപ്പൊ ഞാൻ പറയാം പുതിയ ഉടുപ്പല്ലേ, ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്ത വർഷമുണ്ടോ, ഇതങ്ങിടാം. എന്റെ മനസ്സിൽ ഇതായിരുന്നു ഉദ്ദേശം, ഇതങ്ങിട്ടാലും അവനെ കൊള്ളാമല്ലോ, അവനെ കൊള്ളാം, സൂപ്പറാണ്, നീലമുണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഹാപ്പിയാണ്. അവസാനം കുറച്ച് എന്ന് നോക്കണം നമ്മൾ മാച്ചിങ് അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി മാച്ചിങ് കിടക്കുന്നേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി ഞങ്ങൾ മെട്രോയിലൊക്കെ കയറി വളരെ നമ്മൾ ടൂർ പോകുകയാണെന്ന് പരസ്പരം ഒന്ന് ഓർമ്മിച്ചു. അങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ 9:15 ടെൻഷൻ കയറിയത്. കാര്യം എവിടെ എത്തിയിട്ടില്ല, ട്രെയിൻ എടപ്പള്ളി എത്തി, ഞങ്ങൾ എടപ്പള്ളി എത്തിയിട്ടില്ല. പിന്നെ ടെൻഷനോട് ടെൻഷൻ. ഏതൊക്കെ 43 ഡിപ്പാർച്ചർ ടൈം 30 ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്നലെ വരെ പുള്ളിക്ക് ഒരു സ്ലോ ആയിരുന്നു ആകപ്പാടെ. കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഒരു ക്ലിനിക്കിന്റെ ഫർണിഷിംഗ് വെച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പോകാൻ പറ്റുമോ. പക്ഷെ ഇന്ന് 9:30 പുള്ളി പിന്നെ ആകെ ഉഷാറായി, ഓടുന്നു ചാടുന്നു, ഏതൊക്കെ ഇടവഴികളിൽ കൂടെ പോകുന്നു. അപ്പൊ ഞാൻ ട്രെയിൻ മിസ്സായി, ഷോറാണ് അത്ര സമയമല്ലേ ഉള്ളൂ, കയറാൻ പറ്റില്ല, സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എത്തണം, നമുക്ക് ട്രെയിൻ മിസ്സായി, ഇനി വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ അതോ അടുത്ത ടൂറിന് പോകണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷെ പുള്ളി ഓടി ഇരിക്കുവാണ്. ശരിക്കും ഞാൻ തളർന്നു, ഏതോ ട്രെയിനിൽ ചാടി കയറി. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മളെ പണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കൂടെ നമ്മുടെ ഒരു ഓറൽ കട്ട് ചെയ്തിട്ട് പോയി കണ്ട സിനിമയാന്ന് തോന്നുന്നല്ലേ, ദിൽവാലെ ദുൽഹനിയ അല്ലേ, അല്ലേ, ഏതാണ്ട് സാറിന്റെ കോഴിക്കോട്ട് ചെയ്തിട്ട് എല്ലാം കൂടെ പോയി കണ്ടില്ലേ. അതെല്ലാം ഷാരൂഖ് ഖാനെ കണക്ക് എന്നെ പിടിച്ച് പുള്ളി കയറി പെട്ടു, മറ്റേ കയറുമ്പോൾ പുള്ളി ചാടി അകത്ത് ട്രെയിൻ പെട്ടു, ട്രെയിൻ മൂവ് ചെയ്തു. അപ്പൊ ഞാൻ എന്നെ പിടിച്ച് കയറ്റും എന്നുമ്പോ ഞാൻ നോക്കിയിരുന്നു, ഒരു ദിൽവാലെ ദുൽഹനിയ കയറ്റിയില്ല. പുള്ളി കയറി അവസാനം ഒരു വേറൊരുപാട് എനിക്ക് കൈ തന്നെ കയറ്റി. അപ്പൊ പുള്ളി ഓർക്കുന്ന പുള്ളിയോട് നിൽക്കുന്ന സമ്മതിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ തിരിഞ്ഞിട്ട് പറഞ്ഞു നീ കയറിയല്ലേ. അപ്പൊ അങ്ങനെ എന്താണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വിചാരിച്ച വാഗമൺ ബസ് ഓടിച്ച് വരേണ്ടി വരും. അപ്പൊ എന്നാലും ഇങ്ങനെ ടാസ്ക് വിളിയണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇടയ്ക്ക് ഓടുന്നതിനിടയ്ക്ക് പറഞ്ഞു കേട്ടോ, എവിടെ പോയി വിളിക്കാം. ഞാനിടയ്ക്ക് പറഞ്ഞു ഓട്ടോ വിളിക്കാന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞു. അപ്പൊ എന്നോട് തിരിഞ്ഞു ചോദിച്ചാട്ടെ എവിടെ നിന്നോ ഇങ്ങോട്ട് ഓട്ടോ വിളിക്കാൻ ഇങ്ങനെ ചോദിച്ചു. എന്തായാലും ഇങ്ങനെ കൂടാൻ പറ്റി. ഇതിന് മുമ്പ് കെട്ടുക തന്നെ ഞങ്ങളുണ്ടായിരുന്നു അങ്കമാലിയിൽ വെച്ചിട്ട്. പക്ഷെ അന്ന് കുറച്ച് പേരുണ്ട്, പക്ഷെ സ്റ്റേ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഇത് നല്ല തുടക്കമാവട്ടെ.